ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഫിലിപ്പിയരുടെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഒരു പ്രബോധനം പങ്കുവെക്കാനായിട്ട് എന്റെ ഉള്ളത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ്: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും, സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ബാക്കി നമുക്ക് പിന്നീട് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് തന്റെ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു പീഡയെ കുറിച്ച് അപ്പോസ്തലൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കാരാഗ്രഹത്തിലായത് നന്നായി എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനെയാണ്, അല്ലെ? അത് എന്തുകൊണ്ട് നന്നായെന്ന് ചോദിച്ചാൽ അത് വഴിത്തിരിഞ്ഞ് എന്റെ സ്വാർത്ഥ ചില താല്പര്യങ്ങൾക്ക് വഴിതെളിച്ചു എന്നുള്ള നന്മയല്ല ഇവിടെ പറയുന്നത്. പൗലോസിന് വ്യക്തിപരമായിട്ട് ഒരു നന്മയും ലഭിക്കുന്നില്ല, നഷ്ടം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്നിട്ടും പിള്ളേരെയാണ് അത് നന്നായെന്ന്. എന്തുകൊണ്ടാണ്? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. അതാണ് നന്മ. അല്ല, നമ്മൾ പറയുന്ന നന്മയല്ല. കറങ്ങിത്തിരിഞ്ഞ് എനിക്ക് തന്നെ ഗുണമുള്ള കാര്യങ്ങളൊക്കെ ആയി. അതല്ല ഇവിടെ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കുണ്ടായ കഷ്ടത ഞാൻ ജീവിക്കുന്ന, ഞാൻ മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന സുവിശേഷത്തിന് അഭിവൃദ്ധിയായി, അല്ലെ? അത് കഴിഞ്ഞിട്ട് പറയാണ്, എന്താ ഈ അഭിവൃദ്ധി? അകമ്പടി പട്ടാളം. അകമ്പടി പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കൂടിയ കള്ളന്മാരെയൊക്കെ പിടിച്ചിടുമ്പം ഇടത്തും വലത്തും ഓരോരുത്തരിരുന്നേച്ച ചങ്ങലയിട്ടേക്കും. അപ്പൊ പൗലോസ് നടുക്കിരിക്കും, ഇടത്തും വലത്തും റോമ പട്ടാളത്തിലെ 2 പേരിരിക്കും. പൗലോസിന്റെ ഇടത്തെ കൈ അയാളുമായിട്ട് ചങ്ങലയിട്ടിരിക്കുകയാണ്, വലത്തെ കൈ വലത്തിരിക്കുന്നതിനായിട്ട് ചങ്ങലയിട്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരുടെ ഗതി. 8 മണിക്കൂർ അപ്പോസ്തലൻ പൗലോസുമായിട്ട് ചങ്ങലയിലിരിക്കണം. അവരൊക്കെ എന്തോ പറ്റും? രക്ഷിക്കപ്പെടും, അല്ലെ? നമ്മൾ തിരിച്ചാ ചിന്തിക്കുന്നത്. പൗലോസിന്റെ ഒരു ഗതികേട്, മറ്റോമാരുടെ ഗതികേടൊന്ന് ചിന്തിച്ചേ. അപ്പോസ്തലനായിട്ട് ചങ്ങലയിട്ടിരിക്കണം, എല്ലാ പാവവും പുറത്തിറങ്ങും, അല്ലെ? അവന്റെ ജീവിതം മാറി മറിയും. അപ്പൊ അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ഇപ്പൊ സുവിശേഷീകരണം ഷിഫ്റ്റ് അനുസരിച്ച് ആളുകൾ വന്നോണ്ടിരിക്കും. പണ്ട് തപ്പി കണ്ടുപിടിക്കണം, പ്രസംഗിക്കാൻ പോകണം. ഇത് വേണ്ട, ഇവനൊന്നും ഇറങ്ങി പോകാനും പറ്റത്തില്ല. നിന്റെ പ്രസംഗം വേറെ വല്ലവനോടും പോയി പറയടാന്ന് പറഞ്ഞല്ലേ. അപ്പൊ പുള്ളി അത് കണ്ട് സന്തോഷവരാണ്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എനിക്കിപ്പം 24 മണിക്കൂർ ഷിഫ്റ്റാണ്. 8 മണിക്കൂർ വെച്ച് 3 ഷിഫ്റ്റ്, 6 പേരെ കേട്ടു ഒരു ദിവസം. എല്ലാ ദിവസവും 6 പേരെ വെച്ച് സുവിശേഷീകരിക്കുന്നു. ഇതിപ്പോ ഒരു അഭിവൃദ്ധി എനിക്ക് ചിന്തിക്കാനില്ല. അതുകൊണ്ട് മക്കളെ, എനിക്ക് സംഭവിച്ചത് നന്മയ്ക്ക് സംഭവിച്ചു. ഹലോ. അത് കഴിഞ്ഞിട്ട് വർത്തമാന കാലത്തെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ എന്റെ കഷ്ടത നിമിത്തം എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് മിക്ക സഹോദരന്മാരും ദൈവവചനം ഭയം കൂടാതെ പ്രസ്താവിക്കുന്നു. വർത്തമാനകാല നന്മ. പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പണ്ട് കുറച്ചുപേര് രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? സഭയ്ക്കകത്തുള്ള സഹോദരന്മാർക്ക് മനസ്സിലായി, ജയിലിൽ പോയി കിടന്നും സേവിക്കേണ്ട ഒന്നാണ് സുവിശേഷം, ഒന്നാണ് ക്രിസ്തു. അത്ര വില കൊടുത്താലും ഒരു കുഴപ്പമില്ല, കാരണം അർഹതയുള്ള ഒരു കാര്യമാണ് സുവിശേഷം. അപ്പൊ കഷ്ടത കണ്ടപ്പോ അവർക്ക് അത്ര അർത്ഥവത്തായ ഒന്നാണ് സുവിശേഷം. ജയിലിൽ പോയാലും ഒരു കുഴപ്പമില്ല, അത് നല്ലതിനാണ് എന്ന് സഹോദരന്മാർ, പൗലോസോ അപ്പോസ്തലന്മാരോ അല്ല, സഹോദരന്മാർക്കും നട്ടലൊക്കെ വന്നു. അവരും പ്രസംഗിക്കാൻ തുടങ്ങി. ഓഫ്കോഴ്സ് അതിൽ ചിലര് പ്രസംഗിക്കുന്നത് അസൂയയും പിണക്കവും നിമിത്തമാണ്. അതായത് നമുക്ക് പ്രസംഗിച്ച് കൂടുതൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ റോമ ഗവൺമെന്റ് വിചാരിക്കും ഈ ഞാഞ്ഞൂലുകൾ തന്നെ ഇത്രയും പ്രശ്നം, അപ്പൊ ആ പിടിച്ചിരിക്കുന്ന തിമിംഗലം ഉണ്ടല്ലോ പൗലോസ്, അവനെ ഞാൻ കൊന്നു കളയാനുണ്ട്. ഇവന്മാരെ ഇത്ര പ്രശ്നമാണെങ്കിൽ അവൻ എന്തോ ആയിരിക്കും, അവനെയൊക്കെ ഇറക്കി വിട്ട. അതാണ് പിണക്കവും ശാഠ്യത്താലും അവർ പ്രസംഗിക്കുന്നു, അസൂയാലും അവർ പ്രസംഗിക്കുന്നു പറഞ്ഞാൽ. അത് പ്രസംഗിച്ച് പ്രശ്നം കൂട്ടി പൗലോസ് ഒരു കാലത്തും കാരാഗ്രഹത്തിന് പുറത്തു വരാതിരിക്കാൻ നോക്കി പ്രസംഗിക്കുന്ന ചിലരുണ്ട്, അല്ലെ? നമ്മളാണ് എന്ത് പറയും, പിശാചിന്റെ ആൾക്കാർ. നമുക്കൊരു പ്രാർത്ഥന. പൗലോസ് പറയുന്നതോ, എനിക്കതിലൊരു ഛേദവും ഇല്ല, ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നതിൽ ഞാൻ
സന്തോഷിക്കുന്നു. അല്ലെ? ഗലാത്യ സഭയിലെ കള്ള സുവിശേഷം വന്നപ്പോ പൗലോസ് ഇങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശപിക്കപ്പെട്ടവന്മാർ ആരാണ്ടോ നിങ്ങളുടെ ഇടയിൽ കയറിയിട്ടുണ്ട്, അവൻ ശപിക്കപ്പെട്ടവൻ തന്നെ, വേറെ സുവിശേഷം. പക്ഷെ സത്യസുവിശേഷം തെറ്റായ ഉദ്ദേശത്തോടെ ചിലർ പ്രസംഗിച്ചപ്പോ പൗലോസിന് അതിലൊരു കുഴപ്പമില്ല. ഈ പൗലോസ് നിനക്ക് തന്നെ ഇത് പാരയായിട്ട് വന്ന് ഭവിക്കാൻ പോകുന്നു, അത് കുഴപ്പമില്ല. അല്ലെ? അപ്പൊ കണ്ടോ, തന്റെ ഭൂതകാലം, തന്റെ വർത്തമാനകാലം, അല്ലെ, ഇതിലൊന്നും തനിക്ക് ഒരു സങ്കടവും ഇല്ല. ഇതിലെല്ലാം ഞാൻ സന്തോഷിക്കുന്നു. 18-ാം വാക്യം, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണധൈര്യം പൂണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അവസാനം തന്റെ ഭാവി കാലത്തെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഭാവി കാലം? തന്നെ ഉറ്റുനോക്കുന്നത് മരണം. അല്ലെ? മിക്കവാറും എന്റെ തല ഛേദിക്കപ്പെടും. ഇനി ഞാൻ ജീവിച്ചാലും മരിച്ചാലും എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ ശുശ്രൂഷയിൽ എന്നല്ല പറഞ്ഞത്, എന്റെ ശരീരത്തിൽ, അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ വിക്രയങ്ങളിലും എന്റെ എല്ലാ പ്രവൃത്തികളിലും യേശു ക്രിസ്തു മഹിമപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചും പ്രത്യാശിച്ചും ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ വന്നത്, ഒരു വ്യക്തി, ഒരു ശരിയായ ശിഷ്യൻ തന്റെ ജീവിതം എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എങ്ങനെ വിശകലനം ചെയ്യണം? എന്തായിരിക്കണം നമ്മുടെ മാനദണ്ഡം? നമ്മൾ വിജയിച്ചു, നമ്മൾ കരകയറി എന്നൊക്കെ പറയണമെങ്കിൽ എന്തായിരിക്കണം മാനദണ്ഡം? ലോകം പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. എന്താണ്? നിങ്ങൾ പഠിച്ചു, ജോലി വാങ്ങിച്ചു, പിന്നെ കല്യാണം കഴിച്ചു, പിന്നെ പിള്ളേരുണ്ടായി, പിന്നെ പിള്ളേരെ പഠിപ്പിച്ചു, പിന്നെ പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു, പിന്നെ അവർക്ക് പിള്ളേരുണ്ടായി, കുറെ സ്വത്ത് സമാഹരിച്ചു, നിങ്ങൾ വലിയൊരു പ്രമാണിയായി, ഒരല്ലലും ഇല്ലാതെ ജീവിക്കുന്നു. ജീവിതം സെറ്റ്. അല്ലേ? ഈ തിരക്കഥ വെച്ച് പൗലോസിന്റെ ജീവിതം നോക്കിയേ. പൗലോസ് പഠിച്ചു, ശരിയാണ്, നല്ല പഠിത്തമൊക്കെ ഉള്ള ആളാണ്. പിള്ളേരുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ചോ? ഇല്ല. ഏതെങ്കിലും വീടുണ്ടോ? ഉണ്ട്. കാരാഗ്രഹം, ജയില്. അല്ലേ? ഇനി എന്താ ഭാവി പ്ലാൻ? പൗലോസ് 5 വർഷം കഴിയുമ്പോൾ നീ എവിടെ നിൽക്കും? മരിച്ചിരിക്കും. റോമ സർക്കാർ കൊന്നു കളഞ്ഞൊരു കുറ്റവാളി. ആ തിരക്കഥ വെച്ചിട്ട് പൗലോസിന്റെ ജീവിതം പാഴി, വെറും പരാജയം, ഒന്നും നേടിയില്ല. ഇങ്ങനെ അല്ലേ? പൗലോസിന് കുടുംബമില്ല, അനന്തര തലമുറകളില്ല, അല്ലേ? ഒന്നുമില്ല. പിന്നെന്തുകൊണ്ട്? ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഞാൻ എൻ്റെ ഭൂതകാലത്തിലെ സംഭവങ്ങൾ ജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് വിശകലനം ചെയ്യാൻ എടുക്കുന്ന ഏക മാനദണ്ഡം ക്രിസ്തു. ഞാൻ കടന്നുപോയ അവസ്ഥകളൊക്കെ നല്ലതായിരുന്നു ചീത്തയായിരുന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സുവിശേഷത്തിന് അഭിവൃദ്ധി വരുത്തിയോ, ക്രിസ്തുവിന് മഹത്വം കൊണ്ടുവന്നോ, എനിക്ക് ഛേദമായിരിക്കുമെന്ന് കുഴപ്പമില്ല, നന്നായി. അല്ലേ? വർത്തമാനകാലത്തിലെ പ്രശ്നങ്ങളും കഷ്ടപ്പാടും ഒരർത്ഥവും ഇല്ലല്ലോ, അർത്ഥശൂന്യമാണല്ലോ ഇതൊക്കെ. നിങ്ങൾക്കെന്താ ഇങ്ങനെ പ്രശ്നങ്ങളോടെ പ്രശ്നം? അല്ലേ? അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അഭിവൃദ്ധി വരുത്തുന്ന കാര്യമാണോ? അത് ജയമാണ്. അല്ലേ? ഇനി ഭാവി അത് ശോഭനമായ ഭാവിയാണോ അതോ മരണം? അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ജയമാണ്. അപ്പൊ കണ്ടോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ശിഷ്യനെ സംബന്ധിച്ച് അവൻ ജീവിതത്തെ വിശകലനം ചെയ്യുന്ന മാനദണ്ഡം ക്രിസ്തുവാണ്. നമ്മൾ പറയും ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. അല്ലെ? അതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച് ലോകത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ലോകമൊക്കെ വെട്ടിപ്പിടിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ കേന്ദ്രം ക്രിസ്തുവാണ്. നമുക്കെല്ലാം നടത്തി തരുന്ന സ്പോൺസർ ക്രിസ്തുവാണ്. അതല്ല ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്രിസ്തു മാത്രം കിട്ടിയാൽ ശുഭം ശോഭനം. അപ്പൊ ക്രിസ്തുവാണ് എനിക്ക് എല്ലാം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, മരണമാകട്ടെ എനിക്ക് എന്താകുന്നു? മരിക്കുന്നത് ലാഭം.
ഒന്ന് ചിന്തിച്ച്, സാധാരണ ഒരു മനുഷ്യൻ ഒരിക്കലും പറയാത്ത ഒരു കാര്യമാണ് മരണം ലാഭമാണ്. മരണം എങ്ങനെ ലാഭമാകുന്നു? ഒരു മനുഷ്യനെ സംബന്ധിച്ച് മരണമാണ് ഏറ്റവും വലിയ നഷ്ടം. കാരണം എന്താണ്? ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുത്തതെല്ലാം വിട്ടേച്ചു പോകണം. എല്ലാ കുടുംബാംഗങ്ങളെയും വിടണം, എല്ലാ മിത്രങ്ങളെയും വിടണം, അല്ലേ? എല്ലാ സ്വത്ത് സമ്പത്ത് വകകളെല്ലാം വിടണം. ഒന്നും കെട്ടിപ്പിടിച്ചോണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി നിങ്ങളുടെ തുണിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇനി നിങ്ങളുടെ ശരീരം കൊണ്ടുപോകാൻ പറ്റുമോ? അതുമില്ല. പിന്നെ എന്തോ കൊണ്ടുപോകാൻ? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോ ഈ അപ്പോസ്തലൻ തന്നെ 1 തിമോത്തി 6 പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ലാതെ പോണം നമ്മൾ. അപ്പോ ഈ ഭൂമി പറയുന്ന, അല്ലെങ്കിൽ ഈ ലോകക്കാര് പറയുന്ന തിരക്കഥയുണ്ടല്ലോ, നീ ഇതെല്ലാം നേടിയെടുത്തോ, നിന്റെ ജീവിതം സെറ്റായെന്ന്, അതെല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു സംഭവമാണ് മരണം. അതുകൊണ്ടാണ് മരണത്തെ എല്ലാവർക്കും ഭയം. എല്ലാം വെട്ടിപ്പിടിച്ചതും നേടിയതും നമ്മുടെ വിജയമെന്ന് പറഞ്ഞ് സന്തോഷിച്ചതും എല്ലാം മരണത്തിൽ തീരും. അപ്പൊ ഈ ലോകത്തിന്റെ തിരക്കഥയിൽ നിങ്ങൾ നേടിയെടുക്കുന്നതെല്ലാം മരണത്തോടെ നശിക്കുന്നതാണ്. മരണത്തിൽ നിങ്ങൾക്ക് ഛേദം സംഭവിക്കും, ലോസ്. എന്നാ പൗലോസ് ജീവിച്ചത് ഈ മരണത്തിൽ തീരുന്ന ഒന്നല്ല. ഒരു മരണത്തിനും നമുക്ക് നഷ്ടം വരാത്ത ഒരു സമ്പത്തിന് വേണ്ടിയിട്ടാണ് പൗലോസ് ജീവിച്ചത്. ആ സമ്പത്തിന്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവന് മരണത്തിന്റെ സമയത്ത് നഷ്ടമല്ല സംഭവിക്കുന്നത്, കൂടുതൽ കിട്ടും. എന്താണ്? ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ പറ്റും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് എത്രയോ നല്ലത്, അല്ലേ? അപ്പൊ കണ്ടോ, ഒരു ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവന് മരണം ഏറ്റവും വലിയ ലാഭമാണ്. അവനാണ് ലാഭം. അതായത് ലോകത്തിന് എല്ലാം വേണമെന്ന് പറഞ്ഞ് ജീവിക്കുന്നവന് സങ്കടം വരും, മരണം വരും. മറ്റേത് അവസാനമെങ്കിലും എന്റെ നിക്ഷേപത്തിന്റെ അടുത്ത് പോയിരിക്കാൻ ക്രിസ്തു. അപ്പൊ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അപ്പൊ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതങ്ങളെ എന്റെ ജീവിത കഥ എന്ന് പറഞ്ഞ് വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്നൊരു പ്രശ്നം, ഒരർത്ഥവും ഇല്ലല്ലോ. നമ്മൾ സാധാരണ ഒരു കഥാപുസ്തകത്തെ വിശകലനം ചെയ്യുന്നവർ, ഒരു നല്ല കഥയാണോ, തുടക്കമൊക്കെ കൊള്ളാം, പിന്നെ ഇടയ്ക്ക് കൊള്ളാം, പിന്നെ അവസാനം നല്ല പോലെ എല്ലാം ഉരുത്തിരിഞ്ഞ് ഒരു നല്ല ശുഭ അവസാനം വരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തെ വിശകലനം. ഒരു പുസ്തകം പോലെ അർത്ഥവത്തായിരിക്കണമെന്ന് അങ്ങനെ നോക്കുമ്പോഴാണ്, എന്തിനാടാ ഞാൻ ആ കഷ്ടത്തെ കൂടെ പോയത്? ഇതിനൊന്നും ഒന്നും വന്നില്ല, ഒരു നന്മയും വന്നില്ലല്ലോ, അല്ലേ? പിന്നെ നാടെ ഒരു രോഗം വന്നു, എന്തിനാ വന്നത്? ഒരു അർത്ഥവും ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ വന്ന് എന്നെ നോവിച്ചു, വേദനിപ്പിച്ചു. ഇതൊക്കെ എന്താണ്? അപ്പൊ നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെ, ഒരു കഥാപുസ്തകം പോലെ വലിയ അർത്ഥമൊന്നും കാണണമെന്നില്ല. ലോകത്തിന്റെ തിരക്കഥ വെച്ച് വിശകലനം ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത് ചിന്തിക്കുന്നത്, അത് തോന്നുന്നത്. ഇത് നമ്മുടെ ജീവിതമൊന്നും ഒരു ചന്തവും കാണുന്നില്ലല്ലോ. നമ്മൾ മാനദണ്ഡം മാറ്റിപ്പിടിക്കണം. കാരണം ദൈവം ഈ ലോകത്തിന്റെ തിരക്കഥ വെച്ചിട്ടല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുന്നത് ദൈവഹിതത്തിന്റെ കഥ വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മാനദണ്ഡമൊന്നും അവിടെ ഇല്ല. ഇപ്പൊ പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മഹത്തായ പ്ലാൻ, അല്ലെ? ചിലർ ഈ സുവിശേഷീകരണത്തിലൊക്കെ ആദ്യം പറയുമല്ലോ, ഗോഡ് ലവ്സ് യു ആൻഡ് ഹാസ് എ വണ്ടർഫുൾ പ്ലാൻ ഫോർ യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തിന് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. പൗലോസിനോട് അത് പറഞ്ഞു എങ്ങനെയുണ്ട്? പൗലോസിന്റെ ജീവിത ചരിത്രം മുഴുവൻ നമുക്കറിയാം. എന്താ പൗലോസിനോട് മഹത്തായ ദൈവത്തിന്റെ പദ്ധതി? നീ എല്ലായിടത്തും പോയി അടികൊള്ളും, കല്ലേറ് കൊള്ളും, കപ്പൽ ഛേദം അനുഭവിക്കും, അല്ലേ? എല്ലായിടത്തും പ്രശ്നമായിരിക്കും, അവസാനം കാരാഗ്രഹത്തിൽ പോകും. അവസാനം ഉണ്ടല്ലോ മഹത്തായ അന്ത്യം, റോമ സർക്കാരിന്റെ തലവെട്ടും. ഇതാണോ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നവന് കിട്ടുന്നത്? പിന്നെ ഒരു കാര്യം, ഞാൻ കുറച്ച് സ്നേഹിക്കാം, അല്ലേ? ഇതാണ് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവന് കിട്ടിയത്. അതാണ് ഞാൻ പറയുന്നത്, ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ കള്ളപ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. പൗലോസിന് പോലും കിട്ടിയില്ല ഈ പറയുന്ന സമൃദ്ധി. അത് ലോകക്കാരനും ജഡീകനെയും പ്രസാദിപ്പിക്കുവാൻ ഇക്കാലത്ത് കണ്ടുപിടിച്ച കള്ളപ്രസംഗമാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഭൗതിക അനുഗ്രഹങ്ങളുടെ ഘോഷയാത്രയാണെന്ന്. അതല്ല ജീവിതത്തിൽ ശരിയായ ജയം. ശരിക്കും ജീവിതത്തിൽ വിജയിയായ ഒരാളാണ് പൗലോസ്. പക്ഷെ ജീവിതം നോക്കിയാൽ ഈ പറയുന്ന ലോകത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മളൊക്കെ ചിലപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട്, ഞാൻ ഇത്രയാളായിട്ട് ഒന്നും നേടിയില്ലല്ലോ, അല്ലേ? ഇത്രയോ 10-30 വയസ്സായി, 35 വയസ്സായി, എനിക്കൊന്നും പറയാനായിട്ട് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ മാനദണ്ഡം മാറ്റണം. നിങ്ങളുടെ ലൗകികത, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ലൗകികതയാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കാൻ വിളിച്ചവരല്ല, ക്രിസ്തുവിൽ
വിളിച്ചതാണ് നമ്മളെ ക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ക്രിസ്തുവാണ് എനിക്ക് ജീവിക്കുന്നതിന്റെ ലക്ഷ്യം, ഞാൻ എന്തുകൊണ്ട് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ നീതീകരണം ക്രിസ്തുവിൽ കണ്ടെത്തണം. ക്രിസ്തുവിന് ഗുണം വന്നോ എന്റെ ജീവിതം കൊണ്ട്, അതായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. എന്നിട്ട് നിങ്ങളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പണ്ട് സംഭവിച്ച വേദനയൊക്കെ നിങ്ങൾ ചിന്തിക്കണം, അത് നിമിത്തം ക്രിസ്തുവിന് എന്ത് ഗുണമുണ്ടായി, എനിക്കെന്ത് ഗുണമുണ്ടായി, ക്രിസ്തുവിന് എന്ത് ഗുണമുണ്ടായി, എന്നിലെ ചില നികളൊക്കെ ഇടിച്ചു പൊളിക്കാൻ ക്രിസ്തുവിന് ഗുണമുണ്ടായി. സ്തോത്രം. എന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടായി, ഞാൻ കുറച്ച് കൂടുതൽ രക്ഷിക്കപ്പെട്ടു. അത് ജയമാണ്, അത് പരാജയമല്ല, അല്ലെ? എന്റെ വർത്തമാന കാലത്തിലെ എന്റെ കഷ്ടം നിമിത്തം എന്ത് പറ്റുന്നു? ചിലപ്പോ എന്നെ കണ്ടേച്ച് വേറൊരാൾക്ക് ഈ സഹോദരൻ കൊള്ളാലും ഈ സഹോദരി കൊള്ളാലും ഇതിന്റെ നടുവിൽ നിന്ന് പ്രസംഗിക്കുന്നു, ഇതിന്റെ നടുവിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. അവരുടെ വിശ്വാസത്തിന് നിങ്ങളൊരു വളമായി കാണും, സന്തോഷിക്കുക. അവർ ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാര പണിയുന്നവരായിരിക്കും, സന്തോഷിക്കുക, അല്ലെ? പൗലോസ് അങ്ങനെയാണ് ചിന്തിച്ചത്. എനിക്ക് പാര പണിയുന്നവന്റെ വിശ്വാസം കണ്ടോ, എനിക്ക് പാര പണിയുന്നവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചടങ്ങോ, ഞാൻ ഇനിയും സന്തോഷിക്കുന്നു. അപ്പോ ഛേദങ്ങളെല്ലാം, ഭൗമിക ലൗകികമായ ഛേദങ്ങളെല്ലാം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ചപ്പൊന്നും ചവറൊന്നും എണ്ണുന്നു. എന്നിട്ട് ക്രിസ്തുവിന് ഗുണമുണ്ടായോ എന്നുള്ള വിശകലനം വെച്ച് നമ്മുടെ ഭാവികാലവും വർത്തമാനകാലവും ഭൂതകാലവും നമ്മൾ വിശകലനം ചെയ്ത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്നും പറയുവാൻ നിങ്ങൾക്ക് ഏവർക്കും ദൈവം കൃപ തരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇന്ന് ഈ കേൾപ്പിച്ച പ്രബോധനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ വിശകലനം ചെയ്ത് അവലോകനം ചെയ്ത് ലോകക്കാരെ പോലെ അത് നേടണം ഇത് നേടണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിലെങ്കിലും ഞങ്ങളുടെ ചിന്തകളിലെങ്കിലും അത് കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതിന്റെ അപ്പോസ്തലന്റെ ഈ മാതൃകയ്ക്ക് ഒത്തവണ്ണം ഈ വചനത്തിൽ എഴുതി ഞങ്ങൾക്ക് ആധികാരികമായ ദൈവവചനമായി നൽകിയിരിക്കുന്ന ഈ മാതൃക ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ പ്രായോഗിക തലത്തിൽ അത് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഈ ലോകത്തിൽ ഒന്നും നേടിയില്ല, ലോകക്കാർ പറയുന്നതൊന്നും നേടിയില്ല. ക്രിസ്തുവിന്റെ ഹിതപ്രകാരം സുവിശേഷത്തിന് അഭിവൃദ്ധി വരുന്ന കാര്യങ്ങളിൽ ഞങ്ങളും കർത്താവെ മുന്നോട്ട് പോകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ കാലത്തിലെയോ വർത്തമാന കാലത്തിലെയോ അല്ലെങ്കിൽ തന്റെ ഭാവിയെ കുറിച്ചോ ഒക്കെ ലോക മാനദണ്ഡങ്ങൾ വെച്ച് ആരെങ്കിലും ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ കർത്താവെ അവരുടെ മനസ്സിനെ തിരിച്ച് ക്രിസ്തുവിലേക്ക് അവർ നോക്കുവാൻ ഇടയാകണമേ. ക്രിസ്തുവിൽ ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടോ, ക്രിസ്തുവിൽ ഞാൻ ജയം പ്രാപിക്കുന്നുവോ എന്നായിരിക്കട്ടെ അവരുടെ ചിന്തകൾ. അവരുടെ ചിന്തകൾക്ക് ഇന്ന് രൂപാന്തരം വരണമേ കർത്താവ്. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നത് ക്രിസ്തു, മരണമോ ലാഭം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മറ്റെല്ലാത്തിനേക്കാളും വിലമതിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ. ഈ ലോകം എന്ത് തന്നാലും അത് ചപ്പൊന്നും ചവറൊന്നും എണ്ണുവാനും ലോകത്തിന് എന്ത് ക്രിസ്തു നിമിത്തം നഷ്ടമായാലും അതൊന്നും സാരമില്ല എന്ന് എണ്ണുവാനും ക്രിസ്തുവാണ് ഞങ്ങളുടെ എല്ലാം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ നിക്ഷേപം, ഞങ്ങളുടെ നിധി എന്ന് പറഞ്ഞ കർത്താവേ, ക്രിസ്തുവിനെ താലോലിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ എപ്പോഴും ആരാധിക്കുന്ന ശരിയായ ഭക്തന്മാരും ഭക്തകളുമാക്കി ഞങ്ങളേവരെയും രൂപാന്തരപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.